വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല സ്റ്റേ ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ദുഷ്ടലാക്കലിനുള്ള താക്കീതും ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രത്യാശ പകരുന്നതുമാണെന്ന് മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പാർലമെന്റിലും പുറത്തും മുസ്ലിം ലീഗും ഇന്ത്യ മുന്നണിയും ഉയർത്തിയ വാദങ്ങൾ വ്യക്തതയുള്ളതായിരുന്നു എന്നത് കോടതി വിധി അടിവരയിട്ടു. മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് വഖഫ് തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. പരമോന്നത കോടതിക്ക് ഇത് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. വഖഫ് ചെയ്യുന്ന വ്യക്തി 5 വർഷം ഇസ്ലാം മതം ആചരിക്കുന്നതായി തെളിഞ്ഞില്ലെങ്കിൽ വഖഫ് അസാധുവാകുമെന്നതുൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും സാമാന്യ ബുദ്ധിക്കും നിരക്കാത്ത നിയമം ചുട്ടെടുത്തപ്പോൾ തന്നെ കോടതിയിൽ ഇത് നിലനിൽക്കില്ലെന്ന് ഉറപ്പായിരുന്നു. വഖഫ് ബോർഡിനെ തന്നെ അപ്രസക്തമാക്കി അതിന്റെ സ്വത്തുക്കളുടെ റവന്യൂ രേഖകളിൽ അവകാശങ്ങൾ നിർണ്ണയിക്കാൻ ജില്ലാ കളക്ടറെ അനുവദിക്കുന്നതുൾപ്പെടെ സ്റ്റേ ചെയ്തത് മുസ്ലിം ലീഗ് ഉന്നയിച്ച മർമ്മപ്രധാന വിഷയങ്ങളെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇസ്ലാം മതകർമ്മങ്ങളിൽ അധിഷ്ഠിതമായ വഖഫ് കൈകാര്യം ചെയ്യുന്ന സമിതിയിൽ ഇതര വിഭാഗങ്ങൾ ഉണ്ടാകണമെന്ന് പിടിവാശി പിടിച്ചവരെ കോടതി മുഖവിലക്കെടുത്തില്ല. വഖഫ് ബോർഡ് എക്സ് ഒഫീഷ്യോ ഓഫീസർ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളായിരിക്കണമെന്നും വഖഫ് ബോർഡുകളിലെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചത് വലിയ വിജയം തന്നെയാണ്. വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ട ഹീനഗതി നിയമങ്ങളെല്ലാം തൽക്കാലം സ്റ്റേ ചെയ്ത കോടതി വിധി ഇന്ത്യൻ ഭരണഘടനയിലും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. അന്തിമ വിധിയിലും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും എം.പി. പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല ശുഭാപ്തിവിശ്വാസം. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ആളുകൾ വിലയിരുത്തുക എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളെ ഗവൺമെൻറ് എന്ത് സമീപനമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മൗലികമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ സമീപന രീതിയാണ് കേരളത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഗവൺമെൻറ്. അതുപോലെ തന്നെ ജനങ്ങളുടെ വികസനം പോലുള്ള സംഗതികൾ അവരെടുത്ത സമീപനം, അവർ കാണിച്ചിട്ടുള്ള ക്രൂരതകളും അവർ കാണിച്ചിട്ടുള്ള ഈ നിയമക്രമവാഴ്ചയോട് അവർ കാണിച്ചിട്ടുള്ള സമീപനം, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ തപിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പോരാട്ടത്തിന് ഊർജം പകരുന്ന കോടതി വിധി ഇക്കാര്യത്തിൽ കൂടെ നിന്ന എല്ലാ മതേതര കക്ഷികൾക്കുമുള്ള അംഗീകാരമാണെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. വ്യക്തമാക്കി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. സാഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് സാഫ് എഡ്യൂക്കേഷൻ. അവർ കോഴ്സസ് PGDCA, DCA, ഡാറ്റ എൻട്രി, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, ടാലി ആൻഡ് GST, AutoCAD, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷനിൽ പഠിക്കാം. പെൺകുട്ടികൾക്കായി 1 വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ TTC, പ്രീ പ്രൈമറി TTC, ഫാഷൻ ഡിസൈനിംഗ് TTC കോഴ്സുകൾ. സാഫ് എഡ്യൂക്കേഷൻ വളാഞ്ചേരി.